ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്ന് എഴുതുമ്പോൾ ഏതൊക്കെ അക്ഷരമുണ്ട്? ബ്രായില്ലേ, ഹായില്ലേ, മായില്ലേ? ബ്ര ഹ മാ ചേർന്നല്ലേ ബ്രഹ്മാവ്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആള് യേശുവിനേക്കാൾ മുമ്പ് ഒരാളുണ്ട്, അറിയാവോ? യേശുവിനെ പുകഴ്ത്തുന്ന ഒരു പാട്ടിൽ പറയുന്നില്ലേ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ. അബ്രഹാം പ്രവാചകനാണ് ആദ്യം. അബ്രഹാം എന്ന് എഴുതുമ്പോൾ അതിലുണ്ട് ബ്ര ഹ മാ ഇല്ലേ? ബ്രാഹാമ ഇല്ലേ അബ്രഹാമില്? ഇനി ക്രിസ്ത്യാനികളുടെ വലിയ ആളാരാ? അല്ല, മുസ്ലിങ്ങളുടെ വലിയ ആള് നബി ഏതാ? നബിയുടെ പേര് പിറവിയേക്കാൾ പ്രധാനപ്പെട്ട പെരുന്നാൾ ബലിപെരുന്നാളാ. ബലിപെരുന്നാൾ എന്താ? ബക്രീദാ. ബക്രീ എന്ന് പറഞ്ഞാൽ ആട്. ആടിനെ ബലിയർപ്പിച്ച ഈദാണ് ബക്രീദ്. ആ ബക്രീദിന്റെ ആളാരാ? ഇബ്രാഹിം നബി തൻ്റെ പുത്രനായ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ അള്ളാഹുവിൻ്റെ അരുളപ്പാടിലെ പോയി. അപ്പോൾ അർക്കാൻ നോക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, നീ മകന് പകരം ഒരാടിനെ പരീക്ഷിച്ച മകനെ തന്നെ കൊടുക്കാൻ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ തയ്യാറാവുമെന്ന് നോക്കിയതാ. അപ്പോൾ മകനെ ബലിയർപ്പിക്കുന്ന അവസ്ഥയിൽ വന്നപ്പോൾ മകൻ വേണ്ട, ഒരാടിനെ ബലിയർപ്പിച്ചാൽ മതി. അതാ ആടിനെ ബലിയർപ്പിച്ച ബക്രീദ്. അത് ബലിയർപ്പിച്ച ആളാരാ? ഇബ്രാഹിം നബി. ഇബ്രാഹിം അതിലും ഇല്ലേ ബ്രാ ഹ മാ ഇല്ലേ? അപ്പോൾ എല്ലാറ്റിലും ഒന്നല്ലേ? ഇത് പല നാട്ടിൽ പല ദൈവങ്ങൾ ഉണ്ടായത് എൻ്റെ നാട്ടിലെ കാരാപ്പീരി പോലെ ഭാഷകൾ പലതായതുകൊണ്ടാണ്. എൻ്റെ നാട്ടിലൊരു പച്ചക്കറി ഉണ്ട്, അതിൻ്റെ പേര് കാരാപ്പീരി എന്നാണ്. നിങ്ങൾക്ക് ആർക്കുമ്പോൾ അറിയാവോ അത്? ഇല്ലല്ലോ, നിങ്ങൾക്കറിയില്ല. എൻ്റെ നാട്ടിൽ തന്നെ 3 പേരുണ്ട് അതിന്. ഒന്ന് പൊട്ടിക്കാന്ന് പേര് ചില നാട്ടിൽ അതിന് താലോലിക്കാന്ന് പേര് പറയും. ചില നാട്ടിൽ അതിന് പീച്ചിങ്ങാന്ന് പറയും. നിങ്ങളുടെ പീച്ചിങ്ങയില്ലേ? ചില നാട്ടിൽ അതിന് ഞരമ്പെന്ന് പറയും. അതിൻ്റെ ഞരമ്പെല്ലാം പുറത്താ. ഈ വെരിക്കോസിൽ വെയിനുള്ള ആളെ കാല് പോലെ ഉണ്ടാവും, ഞരമ്പ് പുറത്താ. മനസ്സിലായോ? അപ്പം ഞരമ്പനെന്ന് ചില നാട്ടിലും പീച്ചിങ്ങ എന്ന് നിങ്ങളും പൊട്ടിക്ക എന്ന് കണ്ണൂരും കാരാപ്പീരി എന്ന് കൂത്തുപറമ്പിലും താലോലിക്ക എന്ന് കാസർഗോഡും പറയുന്ന സാധനം ഒന്നല്ലേ? പല നാട്ടിൽ ദൈവത്തിന് പല പേര് വരാൻ കാരണം എന്താണെന്നറിയോ? പല നാട്ടിൽ ഭാഷകൾ പലതായതുകൊണ്ട്. നമുക്ക് തല എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഹെഡ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നു, ശീർഷ എന്ന് സംസ്കൃതത്തിൽ പറയുന്നു, ഷിർ എന്ന് ഹിന്ദിയിൽ പറയുന്നു. അല്ലേ? അത്രയേ ഉള്ളൂ. ശ്രീ എന്ന വാക്ക് സംസ്കൃതമാണ്. അതിന് അറബിയിൽ ശ്രീ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നതാണ് അൽ. ദൈവം എന്നതിന് സംസ്കൃതത്തിൽ കൃഷ്ണനെന്നും രാമനെന്നും പറയും. ശ്രീ